Good morning. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Prayer ആരാണ്? Prayer ആരാണ്? Prayer ആരാണ്? എന്ന് പറയണേ. Good morning, Miss. Okay, good morning. Prayer ആരാ പറയുന്നേ? ആരും പ്രിപ്പയർഡ് അല്ല? സുരമ്യാണ് മാം. ജോയിൻ ആയിട്ടില്ല അല്ലേ? ആ. Okay. നിങ്ങൾ വേറെ ആരെങ്കിലും പ്രയർ പറയാൻ റെഡി ആണെങ്കിൽ പറഞ്ഞോ കേട്ടോ. വേറെ ആരും റെഡി അല്ല? ഞാൻ പാടാം മിസ്. ഓക്കെ. കാരുണ്യം കോരുന്ന സ്നേഹസ്വരൂപാനിൻ കാരുണ കൈവണങ്ങുന്നു ഞങ്ങൾ. കാരുണ്യം കോരുന്ന സ്നേഹസ്വരൂപാനിൻ കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ. വാനവും ഭൂമിയും മണ്ണുമാകാശവും അഗ്നിയും നിന്റെ അനുഗ്രഹങ്ങൾ. എന്തിനും മീതെ മുഴങ്ങട്ടെ ദൈവമേ നിൻ തിരുനാമവും കാരുണ്യവും. നല്ലതേ തോന്നാവൂ, നല്ലതേ ചെയ്യാവൂ, നല്ലതേ ചൊല്ലാവൂ നിൻ കൃപയാൽ. കാരുണ്യം കോരുന്ന സ്നേഹസ്വരൂപാനിൻ കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ. കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ. നന്നായിരുന്നു കൃഷ്ണ. താങ്ക് യു മിസ്. Signing and thought of the day. ഞാനാണ് മാം. പറഞ്ഞോടാ. Good morning, everyone. Today's thought: education is not the learning of facts, but the training of the mind to think. I repeat my thought: education is not the learning of facts, but the training of the mind to think. By Albert Einstein. വിദ്യാഭ്യാസം വസ്തുതകളുടെ പഠനമല്ല, മറിച്ച് ചിന്തിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതാണ്. താങ്ക് യു. താങ്ക് യു. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞു നിർത്തിയത് ഇന്നലെ? എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? അതെ മാം, ആക്ടിവിറ്റി പറഞ്ഞു നിർത്തിയതാണ്. മെൻജൈറ്റിസിനെ കുറിച്ചിട്ടാണോ? അത് നമ്മൾ ഡിസ്കസ് ചെയ്തോ? അല്ല, എൻഡോസൾഫാനും ഓക്കെ, കേസരിദാർ. മെൻജൈറ്റിസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. അത് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്തായിട്ട് റിലേറ്റഡ് ആണ്? ഫിസിക്കൽ ഡിസബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. കാരണം ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ആൾക്കാർക്ക് നമുക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ് സംഭവിക്കാം. ആരൊക്കെ റെഡി ആയിട്ടുള്ളത്? ഞാൻ റെഡി ആയിട്ടുണ്ട് മാം. ആര്യ, റീമ ഏതൊക്കെ റെഡി ആയിരിക്കണേ? റോഷ്നി? ഞാൻ എല്ലാം റെഡി ആയിട്ടുണ്ട്.
എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോന്ന് പറയാം. അപ്പൊ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഓർഡറിൽ നിങ്ങളെ വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യം നമുക്ക് എൻഡോസൾഫാനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നൊരു സംഭവമാണ് എൻഡോസൾഫാൻ. ഒന്ന് മെസ്സേജ് അയക്കുക, ഞാനപ്പോ ഒരു ഓർഡറിൽ വിളിക്കാം കേട്ടോ. റോഷ്നി എൻഡോസൾഫാനെ കുറിച്ചിട്ട് ആദ്യം പറയണത്. ഓക്കെ, റോഷ്നി ക്ലാസ് എടുത്തോട്ടെ കേട്ടോ. ഓക്കെ മാം. റോഷ്നി സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്യട്ടെ മാം. സ്റ്റാർട്ട് ചെയ്തോടാ. ഓക്കെ ഓക്കെ. എല്ലാം എഴുതി വെച്ചോണ്ട് എൻഡോസൾഫാൻ ഒന്ന് നോക്കുമായിരുന്നു. ഞാൻ എല്ലാം അങ്ങ് എഴുതി വെച്ചു. Endosulfan. The endosulfan tragedy in Kerala refers to the health crisis caused by the use of the pesticide endosulfan in Kasaragod district, leading to birth defect, physical and mental disabilities, and environmental damages. Endosulfan, a pesticide, was sprayed from the air on cashew plantations in Kasaragod district to control pests. The use of endosulfan resulted in a range of health problems, including birth defects, physical and mental disabilities, and the impact on the local biodiversity. The tragedy affected in 11 panchayat in the district, caused widespread suffering and highlighting the dangers of pesticide use. Legal action. In 2002, the Kerala High Court banned and the sale and use of endosulfan in Kerala, and the state government issued a ban order in 2003. Documentary and novels. Several documentaries and novels such as Paradise for the Half-Leaf and Birds with the Large Wings have been created to highlight the endosulfan tragedy, relief and rehabilitation. Local efforts for relief and rehabilitation started in Kasaragod with the help of local panchayat organization and the Calicut Medical College in 2003. മലയാളത്തിൽ പറയണോ മാം? മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ. എൻഡോസൾഫാൻ ട്രാജഡി നടന്നത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ്. അതിൽ ലീഡിങ് ടു ബർത്ത് ഡിഫക്റ്റ്, ഇത് കുട്ടികളുടെ ജനന നിരക്കിനെയൊക്കെയാണ് ഇത് വളരെയധികം ബാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസബിലിറ്റീസും പരിസ്ഥിതിയിലും ഒക്കെ ഇത് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻഡോസൾഫാൻ സ്പ്രേഡ് ദ എയർ ഓൺ കാഷ്യൂ പ്ലാന്റേഷനിലാണ് കാസർഗോഡിലെ എൻഡോസൾഫാൻ സ്പ്രേ ചെയ്തത്. അത് ഒരു 11 കാസർഗോഡിലെ 11 പഞ്ചായത്തുകളെ തന്നെ ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ്റെ യൂസ് കാരണം ഹെൽത്ത് പ്രോബ്ലംസ്, ജനിക്കുന്ന കുട്ടികൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസബിലിറ്റീസ് ആൻഡ് ഇമ്പാക്റ്റ് ഓൺ ദ ലോക്കൽ ബയോഡൈവേഴ്സിറ്റി. കുട്ടികൾക്കും ജനിക്കുന്ന കുട്ടികൾക്കും ഗ്രാമത്തിലെ ആളുകൾക്കും ഈ 11 പഞ്ചായത്തിലെ ആളുകൾക്കും ഒക്കെ ഡിസബിലിറ്റിയും അങ്ങനെ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് 11 പഞ്ചായത്തിനെ തന്നെ ബാധിച്ചിരുന്നു. പിന്നീട് ഇതിൽ ലീഗൽ ആക്ഷൻ 2002 കേരള ഹൈക്കോർട്ട് ഇത് സെയിൽ ചെയ്യുന്നത് ബാൻ ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കേരള ഗവൺമെന്റ് അത് 2003 അത് ബാൻ ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ കുറെ ഡോക്യുമെന്ററി ആൻഡ് നോവൽസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ലോക്കൽ എഫേർട്സ്, റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ കാസർഗോഡ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായിരുന്നു. ലോക്കൽ പഞ്ചായത്തും ഓർഗനൈസേഷൻസും കാലിക്കറ്റ് മെഡിക്കൽ കോളേജും ഒക്കെ 2003 ഇതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ മാം. ഓക്കെ, നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ റോഷ്നി.
റിൻഡ ട്ടാ, റിൻഡ യെസ് മാം പറഞ്ഞോട്ടെ. പറഞ്ഞോടെ, പിൻ ചെയ്യട്ടെ കേട്ടോ, 1 മിനിറ്റ്. സ്റ്റാർട്ട് ചെയ്തോട്ടാടാ. 1963 കേരള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് കാസർഗോഡ് പാട്ടിയ മലനിരകളിൽ കശുമാവിൻ തൈകൾ നടുകയാണ് ആദ്യമായിട്ടുണ്ടായത്. അതിനുശേഷം കശുമാവിൽ ആക്രമിച്ചിരുന്ന കീടങ്ങളിൽ പ്രധാനിയായിരുന്നു ടീ മൊസ്കിറ്റോ. അതിനെതിരെ അവർ പ്രയോഗിച്ചിരുന്ന ഒറ്റമൂലിയാണ് എൻഡോസൾഫർ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞ കീടനാശിനി. എക്സൽ ക്രോപ്പ് കെയർ, ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സ് ലിമിറ്റഡ്, കൊറോമാൻഡൽ ഫെർട്ടിലൈസേഴ്സ് എന്നീ കമ്പനികളാണ് പ്രധാനമായിട്ടും ഈ എൻഡോസൾഫർ പെസ്റ്റിസൈഡ്സ് നിർമ്മാതാക്കള്. തിനോക്സ്, എൻഡോസിയൽ, ഫേസർ, ബെനോസ്പിൻ എന്നീ ബ്രാൻഡുകളാണ് വിപണിയിലെത്തിയത്. ഉൽപാദന ചിലവ് കുറവായതിനാൽ കീടനാശിനിയുടെ ശക്തി കൊണ്ട് കീടനിയന്ത്രണം സാധ്യമായതിനാലും ഇത് വൻതോതിൽ അവിടെ വിൽക്കപ്പെട്ടു. 1978 കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിലുള്ള കശുമാവിൽ എൻഡോസൾഫർ തളിക്കുന്നത് ആരംഭിച്ചത്. വർഷത്തിൽ 3 തവണ വീതം തുടർച്ചയായിട്ട് 20 വർഷമാണ് ഇത് പ്രയോഗിച്ചത്. അത് ഹെലികോപ്റ്റർ വഴിയാണ് മുകളിൽ നിന്ന് അത് തെളിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. 1984 പശുക്കളിലാണ് ആദ്യമായിട്ട് ജനന വൈകല്യം ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയത്. അതിനുശേഷം 1994 പാട്രിയയിൽ മെഡിക്കൽ ക്ലിനിക് നടത്തിയിരുന്ന ഡോക്ടർ YS മോഹൻകുമാർ ആണ് ഇതിന്റെ തിക്തഫലങ്ങൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അത് പൊതുശ്രദ്ധയിൽ വരുത്തിയതും അദ്ദേഹത്തെ സമീപിച്ചിരുന്ന രോഗികളിൽ കണ്ട ജനിതക വൈകല്യം, ഗുരുതര രോഗങ്ങള്, അതൊക്കെയാണ് അയാൾക്ക് അതിൽ സംശയം ഉണ്ടാകാനായിട്ട് കാരണം. മക്കേജ് പഞ്ചായത്തിലെ ജനങ്ങൾക്കിടയിൽ വളർച്ചാക്കുറവ്, ഹോർമോൺ പ്രശ്നങ്ങൾ, ക്യാൻസർ, അബോർഷൻ പ്രശ്നങ്ങള്, മാനസിക രോഗങ്ങള്, ബുദ്ധിവൈകല്യം, അങ്ങനെ ഒട്ടനവധി അസുഖങ്ങൾ കാണാനായിട്ട് തുടങ്ങി. അതിനെക്കുറിച്ച് ഒരുപാട് സംഘങ്ങളൊക്കെ പഠനവും നടത്തി. ഓരോ പഠനത്തിലും രോഗബാധിതരുടെ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ രക്തത്തിൽ എൻഡോസൾഫറിന്റെ അളവ് വളരെ കൂടുതലാണെന്ന് കണ്ടെത്തി. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ അഭിപ്രായത്തിൽ എൻഡോസൾഫർ വർഷങ്ങളോളം മണ്ണിൽ വിഘടിക്കാതെ കിടക്കുകയും തലമുറകളെ വേട്ടയാടുന്നതായിട്ടും സാക്ഷ്യപ്പെടുത്തി. കശുമാവുകളിൽ എൻഡോസൾഫർ തെളിക്കുമ്പോൾ അത് വായുവിലൂടെ സമീപത്തെ കിണറുകളിലും ജലാശയങ്ങളിലൊക്കെ എത്തി വിഘടിക്കാതെ കിടക്കുന്നത് മൂലം മഴക്കാലത്ത് ഈ മണ്ണിൽ നിന്ന് അത് ഒഴുകി ജലാശയങ്ങളിൽ എത്തി. ഈ വെള്ളം ഉപയോഗിക്കുന്നവരിലൂടെ ഇത് മനുഷ്യ ശരീരത്തിലും പ്രവേശിച്ചു. ഇത് മനുഷ്യന്റെ ജീവന്റെ കോഡ് ഭാഷയായ DNA യുടെ ഘടന തന്നെ മാറ്റിമറിച്ചു. ഇത് ജനിതക വൈകല്യങ്ങൾക്ക് കാരണമായി. പരിസ്ഥിതിയിൽ തുടക്കത്തിൽ തന്നെ ഇത് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതായത് പൂമ്പാറ്റകള്, മത്സ്യങ്ങള്, പക്ഷികള്, തേനീച്ചകള് ഇതൊക്കെ അപ്രത്യക്ഷമായിരുന്നു. 4000 ഹെക്ടർ ആണ് ഈ വിഷം തെളിച്ച ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ പഠനങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തി ഇത്. പക്ഷെ നിരോധനം വളരെയധികം വൈകിപ്പോയി. ഇന്ത്യയിലെ പെസ്റ്റിസൈഡ്സ് ഇൻഡസ്ട്രി ലോകത്തിൽ തന്നെ ഉയർന്ന മൂല്യമുള്ളതാണ്. അതിനാൽ തന്നെ അവർക്ക് 3800 തുടങ്ങി 4200 കോടി വരെയാണ് അവരുടെ ആസ്തി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കീടനാശിനി ഇതിന് പകരവും ലഭിച്ചിരുന്നില്ല. ജനീവയിലൊക്കെ നടന്ന ആഗോള ഉച്ചകോടിയിൽ 80ഓളം രാജ്യങ്ങള് ഇതിന്റെ നിരോധനത്തിനെ അനുകൂലിച്ചിരുന്നു. കാനഡ, യൂറോപ്പ്, അമേരിക്ക എന്നീ രാജ്യങ്ങളൊക്കെ. പക്ഷെ ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നിവരൊക്കെ ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ നീണ്ട ജനകീയ സമരങ്ങൾക്കും കോടതി വാദങ്ങൾക്കും ഒടുവില് 2000 ജില്ലാ കോടതി കാസർഗോട്ടിലും 2003 കേരള ഹൈക്കോടതി നമ്മുടെ കേരളത്തിലും 2011 സുപ്രീം കോടതി രാജ്യത്തിലുടനീളവും ഈ എൻഡോസൾഫർ പെസ്റ്റിസൈഡ്സ് നിരോധിച്ചു. ഓക്കെ മാം. നന്നായിരുന്നു കേട്ടാടാ റിൻഡ. താങ്ക് യു മാം. ഓക്കെ, ഇപ്പൊ എൻഡോസൾഫാനെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ നമുക്ക് ടൈം അത്രയും ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും കൊണ്ട് പ്രസന്റ് ചെയ്യിപ്പിക്കാത്തത് കേട്ടോ. ഇനി ഭോപ്പാലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭോപ്പാൽ ദുരന്തം റീമയാണ് ഫസ്റ്റ് പറയുന്നത്. അമേരിക്കൻ രാസവ്യവസായ ഭീമനായ യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ ഇന്ത്യയിലെ ഭോപ്പാലിൽ ഉണ്ടായിരുന്ന കീടനാശിനി നിർമ്മാണശാലയിലുണ്ടായ വ്യാവസായിക ദുരന്തമാണ് ഭോപ്പാൽ ദുരന്തം എന്ന് പറയുന്നത്.
പ്രവർത്തനം ആരംഭിച്ച് 8ാമത്തെ വർഷം ടൺ മീഥൈൽ ഐസോസയനേറ്റ് ശേഖരിച്ച ടാങ്കിൽ വെള്ളം കയറുകയും പിന്നീട് നടന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ടാങ്കിനുള്ളിലെ താപനില 200°C മുകളിൽ എത്തുകയും ചെയ്തു. ഫോസ്ജീൻ, ഹൈഡ്രജൻ സയനൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നീ വിഷവാതക മിശ്രിതങ്ങളും മീഥൈൽ ഐസോസയനേറ്റും അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു. കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് വാതകം ഭോപ്പാൽ നഗരത്തിലൂടെ നീളം വ്യാപിക്കുകയും 16,000-നും 30,000-നും ഇടയിൽ ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. 2 ലക്ഷത്തിൽ പരം ആൾക്കാരെ നിത്യരോഗികളാക്കി. ഈ ദുരന്തം വിട്ടുമാറാത്ത ചുമ, കാഴ്ച തടസ്സം, കുട്ടികളിലെ തിമിരം, ക്യാൻസർ, ക്ഷയം, തളർച്ച, വിഷാദം, പനി എന്നിവ ജീവിച്ചിരിക്കുന്നവർക്ക് നൽകി. ദുരന്തത്തിന്റെ പരിണത ഫലങ്ങൾ ഇപ്പോഴും കാണപ്പെടുന്നു. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഭോപ്പാലിനെ കുറിച്ച് മറ്റാരെങ്കിലും പ്രസന്റ് ചെയ്തിട്ടുണ്ടോ? പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആര്യ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആര്യ, വികാസ്? മെന്റേറ്റും ഭോപ്പാലും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ചെയ്തോ കേട്ടോ. അല്ലെ, ഞാൻ ഏറ്റവും മെന്റേറ്റൈറ്റിസ് എളുപ്പമായിട്ട് പറയാമെന്ന് വിചാരിച്ചായിരുന്നു. ആണെന്നാ ഒരു മിനിറ്റ്, ഭോപ്പാലിനെ കുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മെന്റേറ്റിസിനെ കുറിച്ച് പറയാം. ഭോപ്പാലിനെ കുറിച്ച് ആരൊക്കെയാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? ഞാൻ രണ്ടും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് രണ്ടും പറയാം. ഭോപ്പാൽ പറഞ്ഞിട്ട് മോൻ മെന്റേറ്റിസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിൻ ചെയ്തോട്ടെ ആര്യ? ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഭോപ്പാൽ ആണ് കേട്ടോ. ഓക്കെ. ഭോപ്പാൽ ദുരന്തം refers to the 1948 ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് അറ്റൻഡേഷൻ കാർബൈഡ് ഇന്ത്യൻ ലിമിറ്റഡ് പ്രസറ്റൈസ് ഓഫ് the plant Bhopal, Madhya Pradesh in Lake Mandi. ഭോപ്പാൽ ദുരന്തം ഉണ്ടായത് 1948-ലാണ്. ഡിസംബർ 2-3 ആഴ്ചകളിലാണ് മധ്യപ്രദേശില്, ഇന്ത്യയിലെ വടക്കൻ സൈഡ് മധ്യപ്രദേശിലാണ് ഭോപ്പാൽ ദുരന്തം ഉണ്ടായത്. ഇത് ലേക്ക് പ്ലാന്റിൽ നിന്നാണ് ഈ ഭോപ്പാൽ ദുരന്തം ഉണ്ടാവുകയും ചെയ്തത്. ഇതിൽ നിന്നും 33,80,000 പേര് ഇതിൽ കൂടുതൽ മരിക്കുകയും ഉണ്ടായി. അതില് 14 കണക്കിന് ആൾക്കാർക്ക് അസുഖങ്ങൾ വരികയും പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഇഞ്ചുറീസും ഉണ്ടാവുകയൊക്കെ ചെയ്തു. പിന്നെ ഇത് എൻവയോൺമെന്റൽ പരമായിട്ട് ഒത്തിരി ഡാമേജുകൾ ഉണ്ടാവാൻ സാധിച്ചു. ഈ പ്ലാന്റിൽ നിന്നും കമ്മ്യൂണിറ്റി സോയിൽ ആൻഡ് വാട്ടർ എന്നിതിൽ നിന്നുമാണ് ഭോപ്പാൽ ദുരന്തം ഉണ്ടാവാൻ സാധിച്ചത്. അതെയമ്മ. ഓക്കേടാ. വേറെ ആരെങ്കിലും ഭോപ്പാലിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? മാം ഇംഗ്ലീഷിൽ പറയാവോ? ഇംഗ്ലീഷിൽ പറഞ്ഞോടാം. Okay. The Bhopal disaster, also known as the Bhopal gas tragedy, was a devastating industrial accident that occurred on the night of December 3rd, 1984 at the Union Carbide Indian Limited (UCIL) pesticide plant in Bhopal, Madhya Pradesh, India. On the fateful night, a leak of methyl isconite (MIC) gas from the plant storage tank exposed over 500 crore people in the surrounding area to the toxic gas. The disaster resulted in immediate deaths. At least 3,787 people lost their lives, with estimates suggesting that over 60,000 people may have died in the following weeks and years. The disaster also had severe long-term effects on the survivors, including respiratory problems, eye and skin irritations, and other health issues. The Indian government reported that over 55,825 people were injured, with many suffering from permanent disabilities. The Bhopal disaster led to widespread outrage and calls for accountability. The Indian government issued Union Carbide Act in 1989. The company agreed to pay $470 million in compensation to the victims. In the aftermath of the disaster, there were also concern about the environmental impact, with reports of contaminated soil and water in the surrounding area. The Indian government established a number of hospitals and clinics to treat the victims, and there were efforts to provide compensations and support to those affected. The Bhopal disaster remains one of the world's worst industrial accidents, and it has had a lasting impact on the people of Bhopal and the surrounding area.
And causes of the disaster. The disaster was caused by the combinations of human error, design flaws, and safety measures that were inadequate or not followed. Some of the key factors that contributes to the disaster includes safety valve malfunction. A safety valve that was supposed to prevent a leak failed, allowing the MIC gas to expose. Design flames. The flame design did not include adequate safety measure to prevent a leak on the magnitude. Human error. Operators at the plant made mistakes that contributed to the leak, including failing to follow safety procedures. Lack of emergency preparedness. The plant and local authorities were not adequately prepared to respond to an emergency of the scale. And some of the consequences are the Bhopal disaster has severe consequences for the people of Bhopal and the surrounding area. The immediate effects of the gas leak included respiratory problems, eye and skin irritations, neurological problems. And there are some long-term effects. The long-term effects of the Bhopal disaster have been significant. Many people have suffered from chronic respiratory problems, cancer, neurological problems. And the last conclusion was that the Bhopal disaster was a devastating industrial accident that had severe consequences for the people of Bhopal and surrounding area. It highlights the importance of prioritizing safety and taking steps to prevent such disaster that occurring in the future. Okay, ma'am. നന്നായിരുന്നു മേഘ്ന. ഞാനിപ്പോ കാണിക്കുന്നത് ഭോപ്പാൽ ദുരന്തത്തിന്റെ കുറച്ച് ഫോട്ടോസ് ആണ്. നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരുപാട് എന്താ പറയാ ജീവനുകൾ നഷ്ടപ്പെട്ട ദുരന്തമായിരുന്നു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്. ഒത്തിരി ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മരണപ്പെട്ടവരിൽ കൂടുതലും ഇതിന്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ മാരകമായ അസുഖങ്ങൾ, വൈകല്യങ്ങൾ വന്ന് വീണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതിന്റെ വേറെ നിയമ നടപടിയോ അങ്ങനെ ഒന്നും ആരും എടുത്തിട്ടില്ല. മറ്റേ ഈ ഒരു കമ്പനി ആശുപത്രി എന്നല്ലാണ്ട് വേറെ അതിന്റെ ടോപ്പേഴ്സ് അല്ലെങ്കിൽ തലപ്പത്തുള്ള ആൾക്കാരൊന്നും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല. ഒരുപാട് പാവപ്പെട്ട ജനങ്ങള് ഈ ഒരു ഭോപ്പാൽ ട്രാജഡി മൂലം അതിന്റെ സൈഡ് എഫക്റ്റിൽ നിന്നും അവിടെ അനുഭവിക്കുന്നവരുണ്ട്. ഓക്കെ, നമ്മള് ഭോപ്പാൽ പറഞ്ഞു. നിങ്ങൾക്ക് കേസരി ദാലിനെ കുറിച്ച് കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. റീമ പറയോടെ കേസരി ദാൽ? പാവപ്പെട്ടവന്റെ പയർവർഗ്ഗങ്ങൾ എന്നറിയപ്പെടുന്ന പയർ അഥവാ കേസരി പ്രാദേശികമായി ലാത്തരി എന്നും അറിയപ്പെടുന്നു. ഇത് ശൈത്യകാലത്ത് വളർത്തുന്ന ഒരു റാബി വിളയാണ്. മറ്റു പയർവർഗ്ഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേസരി പുല്ല് പോലെ വളരുന്നു. അധികം പരിചരണം ആവശ്യമില്ല. 125 ദിവസത്തിനുള്ളിൽ വിള പാകമാകും. മറ്റു പയർവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് 3 ഇരട്ടി വിളവും ലഭിക്കും. 1961 മുതൽ ഇന്ത്യ കേസരി ഏതെങ്കിലും രൂപത്തിൽ വിൽക്കുന്നതും സൂക്ഷിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ലാത്തറീസ് ഉയർന്ന അളവിൽ ദീർഘനേരം കഴിക്കുന്നത് ലാത്തറിസ്റ്റിന് കാരണമാകുമെന്ന് ശാസ്ത്രജ്ഞരും പകർച്ചവ്യാധി ശാസ്ത്രജ്ഞരും നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യൂറോടോക്സിൻ, അമിനോ ആസിഡ്, ബീറ്റാ എൻഓക്സൈൽ, ഡൈമിനോപ്രോപ്പിനിക് ആസിഡ് എന്നിവയുടെ സാന്നിധ്യം മൂലം ശരീരത്തിന്റെ താഴത്തെ ഭാഗത്തെ തളർത്തുകയും കൈകാലുകളിലും നട്ടെല്ലിലും മരവിപ്പിന് കാരണമാകുന്ന അവസ്ഥയാണിത്. എന്നിരുന്നാലും കേസരി കൃഷിക്ക് നിരോധമല്ല, കാരണം ഇത് മൃഗങ്ങളുടെ കാലിത്തീറ്റയായി ഉപയോഗിക്കുന്നു. നന്നായിരുന്നു റീമ. കേസരി ദാൽ ഇന്ത്യയിലെ നിരോധിച്ചൊരു ഫുഡ് ഐറ്റം ആണ്. എന്താ നമുക്ക് ഭക്ഷണ വസ്തു അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സിൽ നിന്ന് അതെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അത് ഉപയോഗിക്കുന്നത് മൂലം ഇതേപോലത്തെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് റിപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് നിരോധിച്ചതാണ് ഒരു ടൈമില്. വീണ്ടും ഇപ്പോഴും എന്തുണ്ട്, കേസരി ദാൽ ഉണ്ട്. ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന സാധാരണ പരിപ്പിലും ഈ വിലക്കുറവുള്ള പരിപ്പ് ചിലപ്പോൾ മിക്സ് ചെയ്തിട്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ വാങ്ങിക്കുക. ഗ്രീഷ്മ ഏതാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? ഞാൻ ഭോപ്പാല് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മാം. മറ്റേ ഓക്കെ, ഞാൻ പിൻ ചെയ്യാട്ടോ. ഓക്കെ, പ്രസന്റ് ചെയ്തോടാം. The Bhopal gas tragedy was an industrial disaster
that occurred on the night of December 2 to 3, 1984 at the Union Carbide India Limited (UCIL) pesticide plant in Bhopal, Madhya Pradesh, India. The leak of methyl isocyanate gas and other toxic chemicals resulted in the immediate death of thousands and caused long-term health problems for hundreds of thousands more. It is considered one of the world's worst industrial disaster. Key points. Cause: a leak of MIC gas from the UCIL plant. Impact: immediate deaths and long-term health issues, including respiratory problems, blindness, and birth defects. Scale: thousands died immediately and hundreds of thousands were affected. Aftermath: ongoing legal battles, environmental contamination, and lasting health consequences. ഭോപ്പാൽ ദുരന്തം 1984 ഡിസംബർ 2-3 രാത്രിയിൽ മധ്യപ്രദേശിലെ ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് കീടനാശിനി പ്ലാന്റിൽ നടന്ന ഒരു വ്യാവസായിക ദുരന്തമായിരുന്നു. മീഥൈൽ ഐസോസയനേറ്റ് വാതകവും മറ്റ് വിഷരാസവസ്തുക്കളും ചേർന്നതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ തൽക്ഷണം മരിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. പ്രധാന കാരണങ്ങൾ. കാരണം: UCIL പ്ലാന്റിൽ നിന്ന് MIC വാതകം ചോർന്നു. പ്രത്യാഘാതം: പെട്ടെന്നുള്ള മരണങ്ങളും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, അന്ധത, ജന്മവൈകല്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളും. വ്യാപ്തി: ആയിരക്കണക്കിന് ആളുകൾ തൽക്ഷണം മരിച്ചു, ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടായി. അനന്തരഫലങ്ങൾ: നിലവിലുള്ള നിയമപരമായ പോരാട്ടങ്ങൾ, പാരിസ്ഥിതിക മലിനീകരണം, നിലനിൽക്കുന്ന ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. അപ്പോ ഇതെല്ലാം ഈ ഓരോ ദുരന്തങ്ങൾ മൂലം ഒരുപാട് വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് വരെ എൻഡോസൾഫാന്റെ സൈഡ് എഫക്ട് മൂലം എന്തുണ്ടായിട്ടുണ്ട്, വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഭോപ്പാലിലാണെങ്കിൽ അവിടെയും അതേപോലെ തന്നെയാണ്. നമുക്ക് ഇതേപോലത്തെ ഡിഫിക്കൽറ്റീസ് ആർക്ക് വരുന്ന തലമുറകൾക്കും അതേപോലെ അവിടെ ഉള്ളവർക്കും ഇതേ ഡിഫിക്കൽറ്റീസ് ഒരുപാട് പേര് മരണം സംഭവിച്ചെങ്കിലും അതിൽ കൂടുതൽ ഭോപ്പാലിന് ദുരന്തം അനുഭവിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. എന്റെ മ്യൂട്ട് ഓണാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെൻജൈറ്റിസ് എന്നാണ്. കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്ന ഒരു അസുഖമാണ് മെൻജൈറ്റിസ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളോട് ഈ മെൻജൈറ്റിസിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ സാധാരണ ഒരു ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇപ്പൊ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു അസുഖം ആയതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കാന്നാ വിചാരിച്ചത്. അത് നമ്മൾ കോമൺ ചൈൽഡ് ഡിസീസിൽ ആഡ് ചെയ്യേണ്ടത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പ്രസന്റ് ചെയ്യാം, എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരണം എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എന്റെ വാർഡിൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തോന്ന് പറഞ്ഞായിരുന്നു. മെൻജൈറ്റിസിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പറയാം. മെൻജൈറ്റിസിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അപ്പൊ മിസ് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യാട്ടോ. ഓക്കെ. മെൻജൈറ്റിസിനെ കുറിച്ചിട്ട് അപ്പൊ നമ്മളിപ്പോ അത്രയും നിസ്സാരം അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ കെയർ കൊടുക്കേണ്ട ഒരു അസുഖമാണ് എന്ത് മെൻജൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മള് എന്താ പറയാ, വെള്ളം പ്യൂരിഫൈ ചെയ്തതിന് മാത്രമല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുട്ടികൾക്ക് കൊടുക്കുക. ഇതുപോലെ ഈ മറ്റു കോണ്ടാക്റ്റുകൾ, ഈ അസുഖം ഉള്ളവരായിട്ട് കോണ്ടാക്റ്റിലൊന്നും വരാതിരിക്കാൻ മാക്സിമം നോക്കണം. ഓക്കെ, ആദ്യം ഞാൻ പിൻ ചെയ്യാണ്, പറഞ്ഞോട്ടെ കേട്ടോ. എന്താണ് ഇപ്പൊ പറയണോ? ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് പറയണോ? മനസ്സിലായില്ല. ഇപ്പൊ പറഞ്ഞോട്ടെ. സ്റ്റാർട്ട് ചെയ്തോടാ. ഓക്കെ മിസ്. Meningitis influence of the membrane surrounding brain and spinal cord, often the caused by the infection, bacterial, viral, functional parasites, and can be live treatment in recovery or promote medical attention. ഈ മെനിറ്റൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനിറ്റൈസിസ് ഇൻഫ്ലുവൻസ് മെമ്പറൻസ് ആൻഡ് സറൗണ്ട് ബ്രെയിനിലും
അതുപോലെ സ്പൈനൽ കോഡിലുമാണ് കൂടുതലായിട്ട് ഇത് കാണുവാനായിട്ട് ഇത് സാധിച്ചത്. അതുപോലെ ഇത് ഇൻഫെക്ഷൻ ആകുവാനും ബാക്ടീരിയൽ വൈറൽ ട്രാൻസ്മിഷൻ എന്നിതിലൂടെയാണ് ഈ മെനിറ്റൈറ്റിസ് ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് കൂടുതൽ മെഡിക്കൽ എത്തിക്സിനെ ഇത് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഈ മെനിറ്റൈറ്റിസ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ, അതുപോലെ ഇൻഫെക്ഷനും അതുപോലെ മെനിറ്റൈറ്റിസ് സിംറ്റംസിലൂടെയൊക്കെയാണ് ഈ മെനിറ്റൈറ്റിസ് ഉണ്ടാവാനായിട്ട് കാരണമാകുന്നത്. ഈ മെനിറ്റൈറ്റിസ് ഇൻഫെക്ഷനിൽ ബാക്ടീരിയൽ വൈറൽ ഫംഗ്ഷണൽ പ്രിറ്റിസൈസ് ആൻഡ് ഇൻഫെക്ഷൻ കോമൺ യൂസ്. ഇത് കോമൺ ആയിട്ട് ബാക്ടീരിയലിലൂടെയും വൈറലിലൂടെയും ആൻഡ് ഫംഗ്ഷണൽ പ്രിറ്റിസൈസ് ഇത് ഇൻഫെക്ഷൻ ഇതിലൂടെയൊക്കെ ധാരാളമായിട്ട് ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. മെനിറ്റൈറ്റിസ് ആൻഡ് സിംറ്റംസ്, ഇത് 2 ടൈംസ് ഉള്ള സിംറ്റംസ് ആണ് ഇത് ഉണ്ടാവാറ്. വാക്സിനേഷൻ, ഫീവർ, നെക്ക് ഡ്രൈസും, സെൻസിറ്റീവ്സ് ആൻഡ് ബ്രൈറ്റ് ലൈറ്റ് സ്ലീപ്നെസ്, ഇതിലൂടെയൊക്കെയാണ് മെനിറ്റൈറ്റിസ് ഉണ്ടാവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ മെനിറ്റൈറ്റിസ് സിംറ്റംസിന് ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇത് കാരണമാകുന്നു. മെനിറ്റൈറ്റിസ് ഇൻഫെക്ഷൻ ബാക്ടീരിയലും വൈറലും ഫംഗ്ഷൻസ് ആൻഡ് ഇൻഫെക്ഷൻ കോമൺ ആയിട്ടാണ് ഇതിൽ കാണുന്നത്. അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഓൾസോ ഡ്യൂസസ് ഡ്യൂ ഒക്കേഷൻസ് ഓൺ ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ കണ്ടീഷൻ. മെഡിക്കൽ എത്തിക്സിലൂടെയും മെഡിക്കൽ ഇഞ്ചറീസിലൂടെയും മുറിവിലൂടെയും മെഡിക്കൽ എത്തിക്സിലൂടെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നത്. കഴിഞ്ഞ മാം ഓക്കേടാ. വേറെ ആരെങ്കിലും മെനിറ്റൈറ്റിസിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഞാൻ പറയാം. മാം ഒരു ഡൗട്ട് പറയട്ടെ. ഇത് അമീബ മൂലം ഉണ്ടാകത്തില്ലേ? പാരസൈറ്റ് അമീബ മൂലം ഉണ്ടാകും. അത് നമ്മളിപ്പോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൂടുതൽ കേസ് അതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെ പൂളിലൊക്കെ കയറിയിട്ട് കുട്ടികളുടെ മുക്കിൽ കൂടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ട്. അത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. ഒരുപാട് ഡിവിഷൻ ഉണ്ട് മെനിഞ്ചൈറ്റിസിലെ. ബാക്ടീരിയൽ, വൈറസ്, ഫംഗി എന്ന് പറയുന്നത് എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. പിന്നെ മീസിൽസ് മെനിഞ്ചൈറ്റിസ് ഉണ്ട്, മംസ് മെനിഞ്ചൈറ്റിസ് ഉണ്ട്. അങ്ങനെ പല മെനിഞ്ചൈറ്റിസ് ഉണ്ട്. ഏതാണ് ബാധിക്കില്ലേ? എല്ലാ മെനിഞ്ചൈറ്റിസും ഈ മെനിഞ്ചസ് എന്ന് പറയുന്ന തലച്ചോറിന്റെ ആ ഒരു ലെയറിനെയാണ് ഇത് ബാധിക്കുന്നത്. ആ ഒരു ലെയറിന് ഒരു വീക്കം സംഭവിക്കുന്നതിനാണ് ഈ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്ന ഒരു ലെയർ, പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ആ ഒരു ലെയറിന് വരുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഇൻഫെക്ഷൻ നമുക്ക് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, പിന്നെ എന്താണ് ഫംഗൽ ഇൻഫെക്ഷൻ ആവാം. പിന്നെ റെയർ കേസിൽ നമുക്ക് കെമിക്കൽ അലർജി, അതേപോലെ ക്യാൻസർ, ഇൻഫ്ലമേറ്ററി ഡിസീസ്, എയ്ഡ്സ് ഒക്കെ പോലത്തെ അസുഖമുള്ളവർക്കും ഈ ഒരു അസുഖം വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറയാനായിട്ട് ഇതുവരെയും ആന്റിബയോട്ടിക് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടും, നമുക്ക് പ്രോപ്പറായിട്ട് അസുഖം റിക്കവർ ചെയ്യാനായിട്ട്. പക്ഷേ ഈ മെനിഞ്ചൈറ്റിസിന് ഇതുവരെയും ട്രീറ്റ്മെന്റ് എന്തൊക്കെയാ കണ്ടുപിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഏതൊരു കേസിൽ മാത്രമാണ് ഒരു ആന്റിബയോട്ടിക് ഉള്ളത്. ബാക്കി എല്ലാ കേസിലും നമുക്ക് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. പെയിൻ കില്ലേഴ്സ്, അതേപോലെ തന്നെ അവർക്കുള്ള ആ ഒരു സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രമേ നമുക്ക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്. മാക്സിമം ഈ ഒരു അസുഖം വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഇത് അഫക്ട് ചെയ്യുന്ന കുട്ടികളിലാണ്. ഈ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന അസുഖം കുട്ടികളുടെ മരണ കാരണത്തില്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ അസുഖങ്ങൾ വന്ന് മരിക്കുന്നതിൽ കുട്ടികളുടെ 2ാമത്തെ സ്ഥാനമാണ് ഈ ഒരു അസുഖത്തിനുള്ളത്. ഈ ഒരു അസുഖം വന്നാല് 10ൽ ഒരാള് മരണപ്പെടും എന്നാണ് പറയുന്നത്. ഒരുപാട് കേസുകൾ നമ്മൾ ഈ 2 വർഷമായിട്ട്, 1-2 വർഷമായിട്ട് എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ചു ഇന്ന കുട്ടി, ഇന്ന കുട്ടിക്ക് മരണം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മിക്കപ്പോഴും പത്രത്തിൽ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? എന്റെ ബ്രദർ ചെറുതായിരുന്നപ്പോ മെനിഞ്ചൈറ്റിസ് വന്നിട്ടുണ്ട്. അവനൊരു 6 months അല്ലേ ഉള്ളപ്പോ ഇങ്ങനെ കഴുത്ത് കുട്ടി നമ്മൾ തല ഉയർത്തിപ്പിടിക്കണ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അവൻ കഴുത്ത് ഉയർത്തിപ്പിടിക്കില്ലായിരുന്നു. അപ്പൊ ആ സമയത്തൊന്നും അറിയില്ല ഇങ്ങനെ മെനിഞ്ചൈറ്റിസ് ആണ്, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതിങ്ങനെ മെനിഞ്ചൈറ്റിസ് ആണ്. അവന് നല്ലോണം അധികമായി പോയായിരുന്നു. ഒരു 29 വർഷം മുന്നേ, അവന് 6 മാസം പ്രായമേ ഉള്ളൂ അന്നേരം.
എന്നിട്ട് കുറെ ഏകദേശം ഒരു 2-3 മാസം അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവന് വെയിൻ കിട്ടില്ലായിരുന്നു ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട്. എവിടെയും വെയിൻ ഇല്ല. ഇഞ്ചക്ഷൻ ഇപ്പോഴും അങ്ങനെ തന്നെ. എന്തെങ്കിലും അസുഖം വന്നാൽ അവന് ഇഞ്ചക്ഷൻ പോസിബിൾ അല്ല, ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്നിട്ട് ഒരു 3 മാസം ട്രീറ്റ്മെന്റ് എടുത്ത് മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇതുപോലെ കുളം, തോട്, പുഴ പോലെയുള്ള സ്ഥലങ്ങളിലൊന്നും കുളിക്കാനൊന്നും പറഞ്ഞേക്കരുത്. ചെവിയിൽ കൂടെ വെള്ളം കയറാൻ, അതുപോലെ ഇൻഫെക്ഷൻ വരാനുള്ള വളരെ ശ്രദ്ധിച്ചിട്ട് ഒരു 8, 9, 10 വയസ്സ് ആകുന്നവര് നല്ലപോലെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ചെറുതായിരുന്ന സമയത്തായിരുന്നു. മെനിഞ്ചൈറ്റിസ് വന്നാലും ഇങ്ങനെ വൈകല്യങ്ങളൊക്കെ വലുതായിട്ട് പറയുന്നുണ്ട്. കേൾവി കുറവ്, കേൾവി നഷ്ടപ്പെട്ടു പോകണം, അങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ട്. അവന് ആ ചെവിയുടെ ഡിസ്റ്റർബൻസ് ഇപ്പോഴും ഉണ്ട് ഇടക്കിടക്ക്. അവന് ചെവിക്ക് ഇടക്കിടക്ക് ഇൻഫെക്ഷൻ വരാറുണ്ട്. അതിപ്പോ ഈ വലുതായ സമയത്തും ഉണ്ട്, ഇടക്കിടക്ക് ചെവിക്ക് പ്രശ്നം വരുന്നുണ്ട്. അതങ്ങനെ വരാറുണ്ട് കേട്ടിട്ട്. ചിലവർക്ക് ഫുള്ളായിട്ട് കേൾവി ശക്തി നഷ്ടപ്പെടും, ചിലവർക്ക് ഈ ഒരു ഇൻഫെക്ഷൻ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കുക, കുട്ടികളുടെ കാര്യമാണ്. നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് റിസ്ക് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് അവരെ കുറച്ച് കൂടുതലായിട്ട് കെയർ ചെയ്യാനായിട്ട് നോക്കാം. ഇനി ഗ്രീഷ്മ പറയൂ മെനിഞ്ചൈറ്റിസിനെ കുറിച്ചിട്ട്. യെസ് മാം. ചെയ്തിട്ടുണ്ട്. ഓക്കെ മാം. കേൾക്കാമോ? ആടാ കേൾക്കാം, പ്രസന്റ് ചെയ്തോടാ. Okay. Meningitis is an inflammation of the meninges, the protective membranes that surround the brain and spinal cord. It can be caused by viral, bacterial, or fungal infections, as well as other factors like injuries or certain medications. Bacterial meningitis is particularly serious and can be life-threatening if not treated promptly. Symptoms: high fever, severe headache, stiff neck, nausea and vomiting, sensitivity to light, photophobia, confusion or altered mental state, seizures, rash in some cases. Treatment depends on the cause. Bacterial meningitis requires urgent treatment with antibiotics. Viral meningitis often resolves on its own, but supportive care may be needed. Fungal meningitis requires antifungal medications. Prevention: vaccinations are available to protect against some forms of bacterial meningitis. Good hygiene practices such as hand washing can also help prevent the spread of infections. മെനിഞ്ചൈറ്റിസ് എന്നത് തലച്ചോറിനെയും സുഷുമ്നാ നാഡിയെയും പൊതിയുന്ന മെനിഞ്ചസ് എന്ന സംരക്ഷിത സ്തരങ്ങളുടെ വീക്കമാണ്. വൈറൽ, ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗസ് അണുബാധകൾ, അതുപോലെ പരിക്കുകൾ അല്ലെങ്കിൽ ചില മരുന്നുകൾ പോലുള്ള മറ്റ് ഘടകങ്ങൾ മൂലവും ഇതുണ്ടാകാം. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് വളരെ ഗുരുതരമാണ്. ഉടൻ ചികിത്സിച്ചില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകാം. ലക്ഷണങ്ങൾ: ഉയർന്ന പനി, കഠിനമായ തലവേദന, കഴുത്തിന് കാഠിന്യം, ഓക്കാനം, ഛർദി, വെളിച്ചത്തോടുള്ള സംവേദനക്ഷമത, മാനസികാവസ്ഥയിൽ ആശയക്കുഴപ്പം അല്ലെങ്കിൽ മാറ്റം, ചുഴലി, ചില കേസുകളിൽ തിണർപ്പ്. ചികിത്സാ കാരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിന് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് അടിയന്തര ചികിത്സ ആവശ്യമാണ്. വൈറൽ മെനിഞ്ചൈറ്റിസ് പലപ്പോഴും സ്വയം സുഖം പ്രാപിക്കുന്നു, പക്ഷേ സഹായ പരിചരണം ആവശ്യമായി വന്നേക്കാം. ഫംഗസ് മെനിഞ്ചൈറ്റിസിന് ആന്റിഫംഗൽ മരുന്നുകൾ ആവശ്യമാണ്. പ്രതിരോധം: ചിലതരം ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൽ നിന്നും സംരക്ഷിക്കാൻ വാക്സിനുകൾ ലഭ്യമാണ്. കൈ കഴുകുന്നത് പോലുള്ള നല്ല ശുചിത്വ രീതികൾ അണുബാധകൾ പകരുന്നതിന് തടയാൻ സഹായിക്കും. നന്നായിരുന്നു ഗ്രീഷ്മ. നമ്മൾ പാർട്ട് 1 ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്ററിലെ എന്റെ 3 യൂണിറ്റ്സ് കഴിഞ്ഞു. കോമൺ, ചൈൽഡ്ഹുഡ് ഡിസീസ്, ഫസ്റ്റ് എയ്ഡ്, ചൈൽഡ് വെൽഫെയർ, ഈ 3 യൂണിറ്റ് കഴിഞ്ഞു. ഇനി പാർട്ട് 1 ഏതൊക്കെ യൂണിറ്റ്സ് ആണ് തീരാത്തതെന്ന് പറയാൻ പറ്റുന്നത്, എടുക്കാത്തത്? മനസ്സിലായോ? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആരെങ്കിലും എടുത്തോന്ന് എനിക്കറിയില്ല മാം. ജിഷ മിസ്സിന്റെ ക്ലാസ്സിൽ ഞാൻ ഒരു ദിവസം അറ്റൻഡ് ചെയ്തില്ല. ആരെങ്കിലും എടുത്തോ? എനിക്കറിയില്ല. ആരെങ്കിലും ഒന്ന് പറയാവോ? ഇല്ല, അത് എടുത്തില്ല. അതേ ഉള്ളു എടുക്കാൻ. അതുള്ളൂ അല്ലെ?
ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ മിസ്സിനോട് ചോദിച്ചിട്ട് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഞാൻ എടുക്കാൻ നോക്കാം. ഓക്കെ, നമ്മൾ ബട്ടണിങ് ഫ്രെയിമിനെ കുറിച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ് മാം. ഓക്കെ, ഞാനത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യെസ് മാം ഒരു ഡൗട്ട് ചോദിച്ചോളില്ല. ഒരു ഫ്രെയിമുമ്മയാണോ എല്ലാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ 8 ഫ്രെയിം മേടിക്കണോ? എങ്ങനെയാണ് മോന് കംഫർട്ടബിൾ നോക്കാം. അപ്പോ നമ്മൾ വുഡിന്റെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ 8 ഫ്രെയിം ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആവും അല്ലെ? അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ക്രാഫ്റ്റിന്റെ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പീസിന് എന്തോ 20 റുപ്പീസോ അങ്ങനെ ഉള്ളൂ. അപ്പൊ നമുക്ക് കംഫർട്ട് അനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി. 1-2 ഫ്രെയിം, പിന്നെ നമ്മൾ ആ ഒരു ക്ലോത്ത് ആണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നുന്നത് അല്ലേ? 1-2 ഫ്രെയിമും പിന്നെ ബാക്കി നമ്മൾ ആ ക്ലോത്ത് കറക്റ്റ് ആയിട്ട് ക്ലോത്ത് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫ്രെയിമിൽ മാറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ റോളറൊക്കെ കിട്ടും നമുക്ക്. ഈ ഞാൻ പറഞ്ഞ പോലെ ക്രാഫ്റ്റിന്റെ കടയിൽ പോയി കഴിഞ്ഞാൽ ഈ കറക്റ്റ് സൈഡിലത്തെ റോളറൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു മിനിറ്റ്, ഞാനിപ്പോ അതൊന്നും എടുത്തിട്ട് വരാം കേട്ടോ. ജസ്റ്റ് 1 മിനിറ്റ്. ഇന്നലെ ആരാണ്ട് ഒരു ലിങ്ക് ഇട്ടായിരുന്നല്ലോ, 5 എണ്ണം ഒരുമിച്ച് 700 സംതിങ്ങിന് കിട്ടുന്നേ, അതിന്റെ ലിങ്ക് ഒന്ന് ഇടാമോ? അത് 5 എണ്ണം അല്ല, ഒറ്റ പീസിനാണ്. ഒറ്റ പീസിനാണോ? അല്ല നെറ്റ് ക്വാണ്ടിറ്റി 1 സിമിലർ ക്വാണ്ടിറ്റി അതായത് എഴുതിന്ന് കണ്ടില്ല, ഒന്നിനാണ് 700 സംതിങ്. ഒന്നിനാണോ? അല്ല, ഈ 5 എണ്ണമൊക്കെ 700 ഇട്ടായിരുന്നു. നമുക്ക് അതായിരുന്നു നല്ലത്. ഇത് എങ്ങനെ ഉണ്ടാക്കാനാ? ഈ വേസ്റ്റ് ബോർഡ് വെച്ചുണ്ടാക്കണത് അത് നിലനിൽക്കായിരിക്കില്ല അല്ലെ? കുറച്ച് നാളല്ലേ യൂസ് ചെയ്യാൻ പറ്റും. ശരിമാരോട് പറഞ്ഞുണ്ടാക്കരുത്. സംഭവം ഇത്ര പൈസ ഉണ്ടാവില്ല എന്നുണ്ട്. ഇത് കാണുന്നുണ്ട്, ഇത് നമ്മുടെ ബട്ടണിങ് ഫ്രെയിം ആണ്. നോർമൽ ബട്ടണിങ് ഫ്രെയിം ആണ്. നമുക്ക് ഒരു കൈ കൊണ്ടല്ല ചെയ്യേണ്ടത്, 2 കൈ കൊണ്ട്. പക്ഷെ ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യണേ. നോർമൽ ബട്ടണിങ് ഫ്രെയിം ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സൈഡിൽ വന്നിരിക്കുന്ന വുഡാണ് കേട്ടോ. ഈ വുഡാണ് ഇതിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വുഡിന്റെ തന്നെ വുഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പീസ് വെച്ചിട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അത് കുറച്ച് എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഫ്രെയിം ഈ ഒരു രൂപത്തിൽ നമുക്ക് സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്ത് അതിന്റെ ഈ സൈഡിൽ സ്റ്റിച്ച് ചെയ്യാം, ഈ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കുട്ടികളെല്ലാവരും എടുത്ത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ ഫ്രെയിം ഓപ്പൺ ചെയ്യാൻ ഞാൻ കാണിച്ചില്ലേ? അയ്യോ, ഒരു മിനിറ്റ് മോനെ, ഞാനില്ലേ ക്യാമറ താഴത്തേക്ക് വെച്ചിട്ട് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. കാണുന്നുണ്ടോ? ക്ലോത്ത് ഭയങ്കര കട്ടിയുള്ളതാണോ? ബട്ടൺ അല്ല, ഫ്രെയിമിന്റെ സൈഡ് ഓപ്പൺ ചെയ്യാൻ അല്ല, പറ്റുമോ? അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമ്മള് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെയൊക്കെ ഫ്രെയിമിന്റെ സൈഡ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ആ ഫ്രെയിമില് ആ ക്ലോത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളതാണത്? സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ക്ലോത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് നീക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഏത് ക്ലോത്ത് ഇത്? ക്ലോത്ത് ഇതായിട്ട് കനമുള്ളതാണ്. നമുക്ക് സാധാരണ സ്പോഞ്ച് ടൈപ്പാ? എന്താണ് ഉള്ളിലുള്ള ക്ലോത്തിന്റെ ഉള്ളിലുള്ള സ്പോഞ്ച് ടൈപ്പ് ആണോ? സ്പോഞ്ചാണ് മോൻ ഉദ്ദേശിച്ചത്? ഞാൻ ഇന്നലെ പോയി മേടിച്ചിട്ട് ബ്ലൗസിന്റെ കോട്ടൺ പീസ് ഉണ്ടാവില്ലേ, ബ്ലൗസ് ഒക്കെ തയ്ക്കുന്നത്, അത് മതി. നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു മെറ്റീരിയൽ മതി. ഇനി വേറൊരു ഫ്രെയിം ഉണ്ട്, ബക്കിളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബക്കിൾ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ബക്കിൾ ഫ്രെയിം കേട്ടോ. ലാസ്റ്റ് നോക്കാം.
കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടെ, ഒന്ന് പറയണം കേട്ടോ. ഇത് ബക്കിൾ ഫ്രെയിം ആണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ബാഗ് നിങ്ങളുടെ കയ്യിൽ പഴയ ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ബാഗിന്റെ ആ ബക്കിൾ കളക്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് നല്ല രീതിയിൽ ഒരു ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്താൽ മതിയാവും. നമുക്ക് കോസ്റ്റ് കുറവിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് പിന്നെയും പ്രാക്ടിക്കലിനൊക്കെ പോകുമ്പോൾ ഇത് കൊണ്ടുപോകാനായിട്ട് പറ്റണം. നമ്മൾ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അത് കൊണ്ടുപോവുകയും അവിടുത്തെ കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് നോക്കിയൊക്കെ ചെയ്യാം. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്ന കാര്യങ്ങളാണ് ബക്കിൾ. ഓക്കെ, ബക്കിൾ ഫ്രെയിം കേട്ടോ. ദെൻ ഞാൻ പറഞ്ഞ പോലെ ഇനി ഫ്രെയിം ഇടാനുള്ളതാണ്. ഫ്രെയിം ഇടാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റു ഫ്രെയിമുകൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. ഫ്രെയിം ഉണ്ട്, പക്ഷെ അത് ഇടാനായിട്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് എന്ത് ചെയ്യണു, അത് മാത്രം ആ ഫ്രെയിമുകൾ മാത്രം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഞാനത് അങ്ങനെ ഫ്രെയിം നമുക്ക് മാറ്റി ഇടാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ലേസ് ഫ്രെയിം ആണ്. ലേസ് ഫ്രെയിം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഷൂ ലേസിന്റെ ഫ്രെയിം പറയണം കേട്ടോ. അത് ഷൂ ലേസിന്റെ ഫ്രെയിം ആണ്. ഷൂ ലേസിന്റെ ഫ്രെയിം നമുക്ക് എങ്ങനെ വേണമെങ്കിലും കറക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് ആ ഫ്രെയിം ഫിക്സ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രെയിം ഇല്ലാതെ കാണിക്കുന്നത് കേട്ടോ. ഫ്രെയിം ഇല്ലാതെ ഞാൻ കാണിക്കുന്നത്. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇത് കമഴ്ത്തി വെച്ചാൽ അതിന്റെ പിറകില് ക്ലോത്ത് വരുന്നുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. പുറത്ത് ഉണ്ട്, ക്ലോത്ത് ഉണ്ട് കേട്ടോ. അപ്പുറത്തും ഉണ്ട് ക്ലോത്ത്, അതേപോലെ തന്നെ അപ്പുറത്തും ക്ലോത്ത് ഉണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. പക്ഷെ ഒരു കൈ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അത് അപ്പുറത്തും ക്ലോത്ത് ഉണ്ട്. ഞാൻ തിരിച്ച് കാണിച്ചു തരാം. കണ്ടോ, രണ്ട് സൈഡും 2 സൈഡും അത് ലോക്കായിട്ട് പോലെ. ഓക്കെ അല്ലേ? ഫ്രെയിം എനിക്ക് ഇനി സിപ്പ് ഫ്രെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾ വിട്ടു പോയതാ. സിപ്പ് ഫ്രെയിം ആണ്, തിരിച്ചാണ് സിപ്പ് ഫ്രെയിം കേട്ടോ. നമുക്ക് സാധാരണ ഡ്രസ്സിന്റെ ഒക്കെ പഴയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ നല്ല തയ്ക്കാനൊക്കെ അറിയുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും തയ്ക്കുന്നവരുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് സിപ്പ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എളുപ്പം പറ്റണം. ഏറ്റവും എളുപ്പമായിട്ട് പറ്റുന്നതാണ് സിപ്പ് ഫ്രെയിം. ദെൻ വെൽക്കോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സോറി, ഒരു കൈ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ. ഇതാണ് വെൽക്കോ ഫ്രെയിം. വെൽക്കോ ഫ്രെയിം. ബാക്കി ഫ്രെയിമൊക്കെ ഹെഡ് ഓഫീസിൽ ഇരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഇത്രയും ഫ്രെയിമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഹെഡ് ഓഫീസിൽ ഇരിക്കാം. നിങ്ങളും ഇതേപോലെ തന്നെ നിങ്ങൾ ഫ്രെയിം എന്ത് ചെയ്യാൻ നോക്കുക, സ്വയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഈ ഫ്രെയിമുകൾ സാധാരണ കടയിൽ നിന്ന് അല്ല, കടയിൽ ഉണ്ടാവില്ല, ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല റേറ്റ് ആണ് വരുന്നത്. സോ നമുക്ക് അത്രയും റേറ്റ് ഒന്നും കൊടുത്ത് വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടും, സോ നമ്മൾ എല്ലാ മെറ്റീരിയൽസിനും, മോണ്ടിസോറിയുടെ എല്ലാ മെറ്റീരിയൽസിനും അത്യാവശ്യം റേറ്റ് ഭയങ്കര റേറ്റാ. ശരിക്കും പറഞ്ഞാൽ വുഡിലായതുകൊണ്ടാണ് ഇത്രയും റേറ്റ്. പിന്നെ വുഡില് തന്നെ ചെയ്യണമെന്നുണ്ടോ? നമുക്ക് ഇത് കാർഡ്ബോർഡിന്റെ എല്ലാം കട്ടിയുള്ളതിൽ ഫ്രെയിം ആക്കിക്കൂടെ? കാർഡ്ബോർഡ് കട്ടിയുള്ളതാവുമ്പോൾ നിങ്ങളിപ്പോ ട്രെയിനിങ്ങിന് പോവാന്ന് വിചാരിക്കും. അപ്പൊ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് പോകേണ്ട വരും അല്ലേ? അപ്പോ അതിനെങ്ങനെ കേടുപാട് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് വുഡിൽ തന്നെ ചെയ്യാനായിട്ട് പറയുന്നത്. വുഡിന്റെ പീസ് കിട്ടുള്ള നിസ്സാരം പൈസയുള്ളൂ. അപ്പൊ അത് വുഡിന്റെ പീസ് തന്നെ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ചെയ്യാം. അല്ല, ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ, ഫോട്ടോസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിമിലൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ഒക്കെ ചെയ്ത് കറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കംഫർട്ടബിൾ നോക്കുക. നിങ്ങളുടെ അടുത്ത് ഏത് മെറ്റീരിയൽസ് ആണ് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, ആ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ അല്ലേ? ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട്, കടയുണ്ട്. ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ചോദിച്ചപ്പോ അവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. ഈ ബക്കറ്റ് ഫ്രെയിം ഇത് തന്നെ ഞങ്ങളുടെ അവിടെ അടുത്തുണ്ട്. അവിടെ ചോദിച്ചപ്പോ വളരെ കൂടുതലാ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇല്ല.
ആദ്യം അടുത്തുള്ള ഒരു ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ട്, അവിടെ കിട്ടാനുണ്ടെന്ന് പറഞ്ഞത്. മാം ഇത് പണ്ടത്തെ സ്ലൈറ്റിന്റെ ഫ്രെയിം പോലെ പൊട്ടണ തരം പണ്ടത്തെ എന്താണ് പറയുന്നത്? നമ്മളെ സ്ലൈറ്റ് ഇല്ലേ, പഴയ മോഡല്, നമ്മൾ താഴ്ത്തു വീണ പൊട്ടണ ടൈപ്പ് സ്ലൈറ്റ്, പെൻസിൽ ഉപയോഗിച്ച് എഴുതുന്നത്, അതിന്റെ ഫ്രെയിം പോലെ. അതിന്റെ ഫ്രെയിം പറ്റുമോ? പറ്റും. അത് വുഡല്ലേ? അതിപ്പൊ കിട്ടാനില്ല. സ്ലൈറ്റ് തടി കൊണ്ടുള്ള അതിപ്പൊ കിട്ടാനില്ല. ആലോചിച്ചു നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നോക്കിയിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും ഓരോ ഫ്രെയിം ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വീക്കിലേക്ക് ഏത് ഫ്രെയിമാ പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾ ബട്ടൺ ഫ്രെയിം. നോർമൽ ബട്ടൺ ഫ്രെയിം. എന്തായാലും ഒരു ഫസ്റ്റ് ഫ്രെയിം എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ അപ്പോ അവൈലബിൾ അല്ലാത്ത വുഡ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ല അത് അവൈലബിൾ അല്ലാത്തവരാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ സ്ലേറ്റ് കിട്ടുന്നുണ്ടോ? പക്ഷെ ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. കിട്ടാറുണ്ട്. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ ഇടയ്ക്ക് കടയിൽ പോയി മേടിക്കാറുണ്ട്. ആണോ? അതെ. അങ്ങനെയാണെങ്കിൽ അന്വേഷിച്ച് നോക്ക്. നമ്മൾ അന്വേഷിക്കാത്തതുകൊണ്ടായിരിക്കും നമുക്ക് കിട്ടാത്തത്. അതേപോലെ നിങ്ങൾ ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിലൊക്കെ ചുറ്റും നോക്ക്. നമുക്ക് ഈ ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് എന്ത് മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് ഫ്രെയിം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഏറ്റവും കോസ്റ്റ് കുറവിന് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. നിങ്ങൾ ആ റേറ്റ് ഞാൻ വേണമെങ്കിൽ ഒന്ന് അത്രയും ഫ്രെയിമിന്റെ റേറ്റ് വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പ്രൈസ് എന്ന് പറയുന്നത് നല്ല പ്രൈസ് ആണ്. ജസ്റ്റ് കണ്ടോ, 599 ഒക്കെയാ വരുന്നത്. അപ്പോ ഇത്രയൊന്നും വരുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് നിൽക്കട്ടെ, ഞാനതൊന്ന് ഷെയർ ചെയ്യാം. മാം ഈ റെക്കോർഡൊക്കെ ഞങ്ങൾ നേരിട്ട് വന്നാണോ സബ്മിറ്റ് ചെയ്യേണ്ടത്? അവിടെ റെക്കോർഡൊക്കെ എഴുതുന്നത് വൈവയുടെ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെക്ക് ചെയ്യും. നേരിട്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ, നമ്മൾ പ്രാക്ടിക്കൽ സെഷനിൽ നേരിട്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ വൈവയുടെ സമയത്തായിരിക്കും റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. നോക്കി ഈ ഫ്രെയിമുകൾ കണ്ടോ നിങ്ങള്? ലെഫ്റ്റ് കൂടാണ്. നമുക്ക് പ്രൈസ് വരുന്നത് നല്ല വേരി ചെയ്യുന്നുണ്ട്. കണ്ടോ, പ്രൈസ് സെപ്പറേറ്റ് ആയിട്ട് നല്ല പൈസ തന്നെയുണ്ട്. സോ ഇതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ തന്നെ സ്വയം എന്ത് ചെയ്യുക, അത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കുള്ളൂ. എനിക്ക് അങ്ങനെയാണ്. എന്റെ മെറ്റീരിയൽസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനോടൊരു പാഷൻ അല്ലെങ്കിൽ അതിനോടൊരു ഇഷ്ടം തോന്നും. സോ അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എനിക്ക് കടയിൽ പോയി വാങ്ങിക്കണോനോടൊന്നും അധികം താല്പര്യമില്ല. കാരണം എനിക്ക് തോന്നുന്നു അത്രയും കോസ്റ്റ് വരില്ല ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ചിലപ്പോൾ നമുക്ക് തയ്ക്കാൻ അറിഞ്ഞോടായിരിക്കും. വീട്ടിലാരെങ്കിലും തയ്ക്കുന്നവരുണ്ടെങ്കിൽ അവരോട് അതൊന്ന് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അവരോടൊന്ന് തയ്ച്ചു തരാൻ പറഞ്ഞാൽ നമുക്കത് തയ്ച്ച് ഇതേപോലത്തെ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്ത് വരാം, അത് പ്രസന്റ് ചെയ്യാം. ഓക്കെ? വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? എന്താണ് ഒരു ഫ്രെയിമിലാണോ ഇത് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത്? ഒരാളും സംസാരിക്കട്ടോ, കാരണം എല്ലാവരും മ്യൂട്ടാകുമ്പോ ക്ലിയർ ആവില്ല. അല്ലെ, ഒരു ഫ്രെയിമിൽ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റുമോ? അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണ ഫ്രെയിം ആണെങ്കിൽ ഒരു ഫ്രെയിമിൽ അത് മാറ്റി മാറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കത് മാറ്റിയിട്ട് അത് മറ്റൊരു ഫ്രെയിം മറ്റൊരു ഇതിടാൻ ഫ്രെയിം കയറ്റാനും അത് പറ്റും. നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ മാം ചെയ്ത ആ മോഡലിൽ തന്നെ ചെയ്യുന്നില്ല. നമ്മളെ വേ ആയിട്ട് സ്ട്രെയിറ്റ് അങ്ങനെ ബട്ടൺസ് ഒക്കെ ചെയ്യുമ്പേ അങ്ങനെ സ്ട്രെയിറ്റ് വേ ഇതായിട്ട് ചെയ്താൽ മതിയോ?
മതി. ഞാൻ കാണിച്ചത് ഇവിടുത്തെ മെറ്റീരിയൽസ് ആണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെറ്റീരിയൽസ്. എന്റെ മെറ്റീരിയൽസ് ഒന്നും ഇതേപോലെ അല്ല. നമ്മൾ സാധാരണ പഴയ നമ്മൾ ഷർട്ട് ഒക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും കട്ട് ചെയ്തിട്ട് തയ്ച്ചെടുത്താലും നമുക്ക് ബട്ടണിങ് ഫ്രെയിം എളുപ്പത്തിൽ കിട്ടും. ഓക്കെ മാം, അതാ ചോദിച്ചേ മാം. അപ്പൊ മാം ചെയ്ത് പകുതി ഇതായിട്ട് ഇങ്ങനെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതൊന്നും നമ്മളൊന്നും വാങ്ങിച്ചതാണ്, വാങ്ങിച്ചതുകൊണ്ടാണ് ഭംഗിയും ആ മെറ്റീരിയൽസ് ഒക്കെ വ്യത്യാസം. നമുക്ക് നോർമൽ ആയിട്ടുള്ള ബട്ടണിങ് ഫ്രെയിം മതി. ഓക്കെ, ഞാൻ ഷർട്ടിന്റെ കോളർ കട്ട് ചെയ്തു, പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ കറക്റ്റ് സ്റ്റോറി കിട്ടി. അതങ്ങോട്ട് ഇത് ചെയ്തിട്ട് എനിക്ക് കുറച്ച് തയ്ക്കാൻ അറിയാം, സോ തയ്ച്ചെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ മതിയോ? കോട്ടൺ തുണി മതിയോ? എന്താണ് തുണി കോട്ടൺ മതിയോ? അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ അത് യൂസ് ചെയ്യാം. റെക്കോർഡിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്താണ് റെക്കോർഡിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ സബ്മിറ്റ് ചെയ്യേണ്ടത്? റെക്കോർഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? എഴുതി തുടങ്ങിയോ? എഴുതി തുടങ്ങി മാം. കളക്ഷൻ ബുക്ക് ഞങ്ങള് മൈ കളക്ഷൻ ബുക്കേ തുടങ്ങിയിട്ടുള്ളൂ. ഓക്കേടാ, ഇനിയുണ്ട് 4 റെക്കോർഡും കൂടി. അതും 4 കഴിയുമ്പോഴേ നമുക്ക് വരുള്ളൂ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ കാര്യം. പ്രാക്ടിക്കൽ ഉണ്ടല്ലോ നിങ്ങൾക്ക്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് പ്രാക്ടിക്കൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 1 day 2 day ആ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് റെക്കോർഡിംഗുകളിൽ വരാണെങ്കിൽ വരുന്നവർക്ക് നമ്മൾ ആ സമയത്ത് സൈൻ ചെയ്ത് കൊടുക്കും. അല്ലാത്ത കുട്ടികളാണെങ്കിൽ വൈവയുടെ സമയത്ത് നമ്മൾ റെക്കോർഡ് പ്രസന്റ് ചെയ്യും, അല്ലെങ്കിൽ റെക്കോർഡിനുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കും. അങ്ങനെയാണ് സാധാരണ രീതിയിൽ പോകുന്നത്. ഓക്കെ, വൈവയുടെ സമയത്തായിരിക്കും അപ്പൊ പിന്നെ റെക്കോർഡ് ചെക്ക് ചെയ്യാം. പ്രാക്ടിക്കലിന് എന്തായിരിക്കും അവിടെ ചെയ്യുന്നത്? ക്ലാസ് ആയിരിക്കും? ക്ലാസ് എനിക്ക് അറിഞ്ഞുവിടാ ഡീറ്റെയിൽസ്. ഓരോ ബാച്ച് ബൈ ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. 4th പ്രാക്ടിക്കൽസ് നടന്നുകൊണ്ടിരിക്കാം. അങ്ങനെ ഓരോ ബാച്ചിനും ഓരോ മാസം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ 3rd മൊഡ്യൂൾ മോണ്ടിസോറി ടീച്ചിങ് പ്രാക്ടീസ് കഴിയുമ്പോഴായിരിക്കും ആ ഒരു പ്രാക്ടിക്കൽ സെഷൻ ഒക്കെ വരുന്നത്. നമ്മുടെ പാർട്ട് 1 മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആവുമ്പോഴാണ് പ്രാക്ടിക്കൽസ് വരുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഷംന. മാം ഞാനാണ് മാം, ഷംന. പറഞ്ഞോ മോൻ. പറഞ്ഞോടാ. Okay. Good morning, Abana ma'am, and good morning to all my dear friends. And okay, thanks to Abarna ma'am for giving a wonderful class, and ma'am for the most part you are helping for giving an opportunity for explore our skills. And thanks to ma'am and to my friends, you done your work very beautifully, and your speech and seminar and as activities, everything is very very beautiful. And I like to conclude my words with one thought, and it's about today specialty. And today March 28th, today is the World Theatre Day, a day to recognize the importance of theatre and the performing arts. And this is signed out by Shamna from Trivandrum. And have a nice day, ma'am. See you next week. Thank you. ഇന്ന് ക്ലാസ്സിൽ എല്ലാവരും വളരെ മനോഹരമായിട്ടാണ് ക്ലാസ് എടുത്തത്. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.